തൃശൂരിലെ ATM കവർച്ചാ സംഘം തമിഴ്നാട്ടിൽ പിടിയിൽ എന്ന് സൂചന. തമിഴ്നാട് നാമക്കല്ലിൽ നിന്നാണ് സംഘത്തെ തമിഴ്നാട് പോലീസ് പിടികൂടിയത്. കണ്ടെയ്നറിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സംഘം പിടിയിലായത്. കണ്ടെയ്നറിനുള്ളിൽ നിന്ന് ATM തകർത്ത സമയത്ത് ഉപയോഗിച്ച കാറും കണ്ടെത്തി. സൂര്യ സജി തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂര്യ, എന്താണ് വിശദാംശങ്ങൾ? വേണു, 10:30 ഇത്തരത്തിൽ ഈ കവർച്ചാ സംഘം തമിഴ്നാട്ടിൽ വെച്ച് പിടിയിലായത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരം അനുസരിച്ച് കണ്ടെയ്നറിൽ സഞ്ചരിക്കുകയായിരുന്ന ഒരു സംഘത്തെയാണ് ഇപ്പോൾ ഈ തമിഴ്നാട് പോലീസ് പിടികൂടിയത്. തൃശ്ശൂരിൽ ഈ ATM കവർച്ച നടന്നതിന് പിന്നാലെ ഈ ജില്ലാ പോലീസ് മേധാവി അടക്കം തമിഴ്നാട് പോലീസിന് ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലടക്കം ഇത്തരത്തിൽ ATM കവർച്ച നടത്തിയ ഒരു സംഘം കേരളത്തിലും കവർച്ച നടത്തി എന്നൊരു നിർദ്ദേശമാണ് നൽകിയത്. അവർ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടക്കുന്നു എന്നൊരു നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ 8 ജില്ലകളിൽ തമിഴ്നാട് പോലീസ് പരിശോധന ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ നാമക്കല്ലിൽ ദേശീയപാതയിലടക്കം വലിയ പരിശോധന നടത്തിയിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഈ കണ്ടെയ്നർ ഒരു സംശയാസ്പദമായ രീതിയിൽ കണ്ടെയ്നർ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ കണ്ടെയ്നർ തുറന്ന് പരിശോധിക്കുന്ന സമയത്താണ് ഈ വെള്ള കളർ കാറ്, വെളുത്ത നിറത്തിലുള്ള കാറ് ഈ കണ്ടെയ്നറിനകത്ത് നിന്ന് കണ്ടെത്തുന്നത്. ഈ കണ്ടെയ്നറിനകത്ത് നിന്ന് ഈ വെളുത്ത നിറത്തിലുള്ള കാറ് കണ്ടെത്തുന്നത്. അങ്ങനെയാണ് ഈ വെളുത്ത നിറത്തിലുള്ള കാറും ഈ കണ്ടെയ്നറിൽ നിന്ന് കണ്ടെത്തിയെന്നുള്ളതാണ്. പോലീസ് അടയാളമായി നിർദ്ദേശം നൽകുന്ന സമയത്ത് അടയാളമായി പറഞ്ഞിരുന്നത് ഈ വെളുത്ത നിറത്തിലുള്ള കാറിലാണ് ഈ സംഘം കടക്കാൻ സാധ്യത എന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു നൽകിയത്. അങ്ങനെയാണ് ഈ കണ്ടെയ്നർ തുറന്ന് പരിശോധിക്കുമ്പോൾ ഈ കാറ് കാണുന്നു, സംശയം തോന്നുന്നു. അങ്ങനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇപ്പോൾ ഈ പ്രതികൾ എന്ന് സംശയിക്കുന്നവർ പിടിയിലായത് എന്നുള്ളതാണ് തമിഴ്നാട് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. 4 പേരായിരുന്നു നമ്മുടെ CCTV ദൃശ്യങ്ങളിലടക്കം ഈ കവർച്ച നടത്തിയത് ആയി നമ്മൾ കണ്ടിരുന്ന. പക്ഷേ 6 പേരുടെ സംഘമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ പിടിയിലായിരിക്കുന്നത്. ഇന്ന് തന്നെ പോലീസിന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. കൂടുതൽ പേർ ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും നേരത്തെ തന്നെ പദ്ധതിയിട്ടാണ് ഈ ക്രൈം നടത്തിയത് എന്ന തരത്തിലുള്ള സൂചനകളും പോലീസിനുണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിൽ 6 അംഗ സംഘമാണ് ഇപ്പോൾ ഈ തമിഴ്നാട്ടിൽ പിടിയിലായത്. ഇവരുടെ കയ്യിൽ നിന്ന് പണം ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടുണ്ട്. എവിടെ നിന്നാണ് ഈ പണം കൊണ്ടുവന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തമിഴ്നാട് പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ഇവിടെ സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം ഏകോപിപ്പിച്ചുകൊണ്ട് ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത് സംബന്ധിച്ച് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരും. അത് വന്നാൽ മാത്രമാണ് ഇവർ തന്നെയാണോ അവിടെ പിടിയിലായത് എന്ന് സംബന്ധിച്ച് നമുക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയും. പക്ഷേ എന്നാൽ പോലും നമുക്ക് തമിഴ്നാട് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം കേരളത്തിൽ നിന്ന് ഈ കണ്ടെയ്നറിനകത്ത് പണവും കാറുമായി കടന്ന സംഘം ഇപ്പോൾ തമിഴ്നാട്ടിൽ പിടിയിലായിരിക്കുന്നു. അവർ തൃശ്ശൂരിൽ നിന്ന് ATM കവർച്ച നടത്തിയതിനു ശേഷം അങ്ങോട്ടേക്ക് എത്തിയതാണ് എന്നുള്ളതാണ് തമിഴ്നാട് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. വേണു, സൂരജ്, തമിഴ്നാട്ടിൽ നിന്ന് ഇത്തരം പശ്ചാത്തലമുള്ളൊരു സംഘം എന്തുകൊണ്ട് തൃശ്ശൂരിൽ ഇത്രയും സുഗമമായി ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് സുരക്ഷിതമായി പോകാൻ കഴിയുക? അവിടെ വെച്ചാണ് വീണ്ടും പിടിയിലാകുന്നത്. അപ്പോൾ ഈ തൃശ്ശൂരിലെ ഈ കേന്ദ്രങ്ങൾ 1 അല്ല 3 ഈ കേന്ദ്രങ്ങൾ എങ്ങനെ നിശ്ചയിച്ചു? മുൻപരിചയങ്ങളുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സൂചനകൾ പോലീസ് നൽകുന്നുണ്ടോ സൂരജ്? വേണു, അത് തന്നെയാണ്. മുൻപരിചയങ്ങളുള്ള ATMകളാണ് കവർച്ച നടത്തിയതെന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ. അത് ഈ പ്രാദേശിക സഹായം എന്നുള്ളതല്ല, മറിച്ച് ഇവർ ഈ മേഖലയിലെത്തി പരിശോധന നടത്തിയതിനു ശേഷം, അതായത് കൃത്യമായ പരിശോധന നടത്തിയതിനു ശേഷമാണ് ഈ സംഘങ്ങൾ ഇവിടെ കവർച്ച നടത്തിയതെന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഈ നടുവിലാലിൽ മോഷണം നടത്തിയ ATM ആകട്ടെ അത് ഈ ജനത്തിരക്കേറിയ മേഖലയിലാണ്. പ്രത്യേകിച്ച് ഷൊർണൂർ റോഡിൽ എതിർവശത്ത് ഒരു ആശുപത്രിയുണ്ട്. അവിടെ എത്തി ഈ മോഷണം നടത്തുന്ന സമയത്ത് അവിടെ കൃത്യമായ CCTV ഇല്ല. കാരണം ഈ SBIയുടെ ഒരു CCTV ഒഴിച്ചാൽ ഈ ATMന് മുന്നിൽ ആരെങ്കിലും വന്നു നിന്നാൽ അതിന്റെ ദൃശ്യങ്ങൾ പകർത്താവുന്ന കഴിയുന്ന തരത്തിലുള്ള CCTV ദൃശ്യങ്ങളില്ല. സമാനമായ സാഹചര്യമുള്ള 2 ഇടത്താണ് ഈ തൃശ്ശൂരിൽ തന്നെ ഈ മോഷണം നടത്തിയത്. പക്ഷേ അപ്പോഴും പോലീസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിനകത്ത് കൃത്യമായ ഒരു സംഘം, അതായത് ഒരു പ്രൊഫഷണൽ സംഘമാണ് ഇതിന് പിന്നിലുള്ളത്. 10 മിനിറ്റിൽ താഴെ മാത്രമാണ് ഈ കവർച്ചയ്ക്ക് വേണ്ടി ഇവർ ഉപയോഗിച്ചത്. ഈ ക്രെറ്റ എന്ന് കരുതുന്ന വാഹനമാണ്. ക്രെറ്റ എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വാഹനം ഈ ATM കൗണ്ടറിനോട് കൊണ്ടുവന്ന് ചേർത്തിടുന്നു. ആ സമയത്ത് അതുകൊണ്ട് തന്നെ ആർക്കും മനസ്സിലാകില്ല. ഷട്ടർ താഴ്ത്തിയിട്ട ശേഷമാണ് ഇവർ ഇതിനകത്ത് കയറി ഈ ATM പൊളിച്ച് പണം എടുക്കുന്നു. അത് കഴിഞ്ഞ് ഈ പണം അടങ്ങുന്ന ഡ്രോയോട് കൂടി തന്നെ ഈ സംഘം കടന്നു കളയുകയാണ്. 10 മിനിറ്റിൽ താഴെ മാത്രം സമയമാണ് ചിലവഴിച്ചത്. ആദ്യം 3:30 ഇരിങ്ങാലക്കുടയിൽ മാപ്രാണത്ത് മോഷണം നടത്തുന്നു. അവിടെ നിന്ന് 3:01 തൃശ്ശൂർ നടുവിലാലിലെത്തുന്നത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ ഈ വിയൂർ സ്റ്റേഷൻ ലിമിറ്റുള്ള കോലഴിയിലെത്തുന്നു. അങ്ങനെ ഈ 3 സ്ഥലത്ത് കവർച്ച നടത്തിയതിനു ശേഷം സംഘം പാലക്കാട് വഴി കോയമ്പത്തൂർ വഴി കടന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഈ തമിഴ്നാട് പോലീസിന് കേരള പോലീസ് നൽകിയ ജാഗ്രതാ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പിടിയിലാകുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായത് ഇവർ മോഷണ സമയത്ത് ഉപയോഗിച്ച ഈ വെളുത്ത കാർ തന്നെയാണ്. വേണു, ശരി, തൃശ്ശൂരിൽ ATM കവർച്ച നടത്തിയ സംഘം തമിഴ്നാട് പോലീസിന്റെ പിടിയിലായിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.